MIT Musa, 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 MIT Musa. റിസ്മാനെ ഓ ആകെ ഒരു 8 വടിയാണ് ഇതുകൊണ്ട് പഠിച്ച് അപ്പൊക്കെ അതിന്റെ മൂർച്ചയും പോയി. ഇനി ഇതുകൊണ്ട് പഠിച്ചാൽ ചോരപ്പോയി ഒഴുകുന്നാ തോന്നുന്നത്. ഇപ്പത്തെ ബ്ലേഡിനൊന്നും ഒരു നിലവാരവും ഇല്ല. ആ മോനെ ഉപ്പാക്ക് ഒരു ബ്ലേഡ് പഠിച്ചോണ്ട് വരും. അല്ല ഉപ്പാക്ക് എന്ത് പഠിക്കാനാണ് ഇപ്പൊ ബ്ലേഡ്? താടി പഠിക്കാനോടോ? അല്ല ആട്ടിന്റെ കൂടെ വലാകെ 4-5 രോമാലല്ലോ ആകെ പറിച്ചാ പോരെ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഫാനിന്റെ സ്പീഡ് കൂട്ടിട്ട് അതിന്റെ ചോട്ട് പറ്റി കുത്തിട്ടോളി. നമുക്ക് നിലമ്പൂർ കാട് പോലെ താടിയിലേറ്റ് അനക്കെന്താ കുഴപ്പം? ആണുങ്ങളായാല് ഇച്ചിരി താടിയൊക്കെ വേണം. അപ്പൊ ഇച്ചി പെണ്ണാണല്ലോ അല്ലേ? വരുപ്പാ, എനിക്കും താടി വരും, വരാണ്ടിക്കല. മീശ വെക്കാൻ താടി വെക്കാനൊക്കെ പ്രായമായി വരുന്നല്ലേ ഉള്ളൂ. പഠിക്കാൻ മാത്രം താടിയില്ലെങ്കിൽ ഉപ്പാക്ക് അങ്ങനെ വിഷമുണ്ടെങ്കിൽ ഉപ്പ പോയിച്ചിട്ട് കരുതി വാങ്ങിക്കൊണ്ട് പരത്തിക്കോ. ഇപ്പൊ തൽക്കാലം ഞമ്മക്ക് ബ്ലേഡ് വാങ്ങി തരണ്ട. അല്ലോ ഒരു താടി പഠിക്കണമെങ്കിൽ എന്തൊക്കെ കേക്കണോന്റെ വായിന്ന്. പഴയ ബ്ലേഡ് കൊണ്ട് നമ്മൾ പഠിച്ചോളാം. അവിടുന്ന് അന്റെ പണിയൊക്കെ പോയിട്ട് ചോരക്കളി. നിങ്ങൾ നമ്മളെ പാർട്ടി കൂടിയോ? ഒരു പഴയ ബ്ലേഡ് കൊണ്ട് താടി അടിച്ചപ്പോ മുറിഞ്ഞതാ. ഔ എന്തൊരു നീറ്റലാ. ബ്ലേഡ് കൊണ്ട് നിങ്ങൾക്ക് മുറിയാണ്ടിരിക്കാനാ ഞാൻ രാവിലെ തന്നെ ഓടിക്കേച്ച് ഇങ്ങോട്ട് വന്നത്. അത് ശരി. അപ്പൊ ഈ പുതിയ ബ്ലേഡ് ആയിട്ടാ വന്നേ? ഇവിടുത്തെ കുരുത്തം കെട്ട ചെക്കനോട് പറഞ്ഞിട്ട് ഓൻ കേക്കണ്ടേ? ഇജുണ്ട താടി പഠിക്കുന്ന ബ്ലേഡിന്റെ കാര്യമല്ല മൂസക്ക. പിന്നെ ഏത് ബ്ലേഡ് കൊണ്ട് പഠിച്ചാലുള്ള കാര്യം എനിക്ക് പറഞ്ഞേ? ഈ ബ്ലേഡ് എന്ന് പറഞ്ഞ ചോര പൊടിയല്ല ചെയ്യാ, കുത്തി കൊടൽമാല തന്നെ പുറത്തെടുക്കും. ബ്ലേഡ് കൊണ്ട് കൊടൽമാല പുറത്തു വരെ? ബ്ലേഡ് എന്താ കത്തിയും കൊടുവാളില്ല? കത്തിയും കൊടുവാളൊക്കെ തന്നെയാ മൂസക്ക ബ്ലേഡുകാരുടെ കയ്യിലുള്ളത്. മൂസക്ക ചത്ത് മലച്ച് കിടക്കുന്ന കാണാനുള്ള കരുത്ത് എനിക്കില്ല മൂസക്ക, എനിക്കില്ല. നിങ്ങളുടെ കുടൽമാല കാണാനുള്ള കരുത്ത് എനിക്കില്ല. ഞമ്മളെ കുടലിട്ടുണ്ട് ആർക്കെന്താ കാര്യമുണ്ടോ? ആടിന്റെ ചങ്കം കരലാണ് തിന്നാനെങ്കിലും പറ്റിയേനി. നിങ്ങളെ തലയിൽ ഇനിയും ബൾബ് കത്തില്ല അല്ലേ? നിങ്ങൾ പറയേ, ഉറുപ്പ്യ എത്തിരിയാന്ന് എഴുതി വാങ്ങിയത്? 85,000 എന്ന് വെച്ചാല് വാങ്ങിയത് 1 ലക്ഷം അല്ലേ? അത് ആദ്യത്തെ മാസത്തെ പലിശ 15,000 ആദ്യം തന്നെ എണ്ണി വാങ്ങിയില്ലേ? എന്നിട്ട് ഇക്കഴിഞ്ഞ 2 മാസത്തെ പലിശ എവിടെ പോയി? നിങ്ങൾക്കറിയാലോ, ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ട് നിങ്ങൾക്ക് ഓല് പൈസ തന്നത്. ഒന്നുകിൽ ഓല് ഇങ്ങളെ കഴുത്ത് കത്തി വെക്കും, ഇങ്ങളെ കിട്ടിയില്ലെങ്കിൽ എന്റെ കഴുത്ത് കത്തി വെക്കും. രാവിലെ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോ എന്റെ ലുങ്കി നനഞ്ഞു. ജീവനിൽ കൊതിയുള്ളോണ്ട ഞാൻ ഇവിടെ പാഞ്ഞു വന്നത്. എന്റെ സുശീല, ഒരു 5 പൈസ പലിശ ഇനത്തിൽ കണക്ക് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടാൻ പോണില്ല. തരാൻ നമ്മളെ കയ്യിലില്ല. പിന്നെ പലിശ അത് നമ്മളെ വിശ്വാസത്തിനെതിരാ. അന്നൊരു ഗതികേടിന് അന്നോട് കുറച്ച് കായ് കടം വാങ്ങി എന്നുള്ള നേരാ. അതിന് ഈ പെരേന്റെ മുറ്റത്ത് വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട. ഇതാണ് ഈ മൂസക്കന്റെ പ്രശ്നം. കാര്യങ്ങളുടെ ഗൗരവം തീരെ മനസ്സിലാക്കുന്നില്ല. ഞാൻ തന്നത് എന്റെ പൈസ എന്നാ വിചാരം? ഒരു 5 പൈസ അത് എന്റേതായിട്ടില്ല. അത് ഓരോരോ ആൾക്കാരുതാ. ഞാൻ അവന്മാരുടെ കമ്മീഷൻ പറ്റി ജീവിക്കുന്ന ഒരു പാവം, പഞ്ചപാവം. പായിൽ വിരല് വെച്ചാ പോലും കഴിക്കത്തില്ല. ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ആ 2 മാസത്തെ പലിശ തന്നേക്ക്, ഞാൻ പോയിക്കോളാം. ഒരു 5 പൈസ എനിക്ക് തരാൻ പോണില്ല. 5 പൈസ വേണ്ട മൂസക്ക, 30,000 തന്നാ മതി. നടക്കൂല സുശീല. നടക്കണ്ട മൂസക്ക, ഇവിടുന്ന് എടുത്ത് തന്നാ മതി. അന്നോട് വാങ്ങിയ കായ് ബാങ്ക് പലിശന്റെ 4 ഇരട്ടി എനിക്ക് നമ്മൾ തന്നു തീർന്നു. ഇനി ഒരു നയാ പൈസ ഈ പലിശ നിരക്കിലേക്ക് എനിക്ക് കിട്ടുന്നു വിചാരിക്കണ്ട. മൂസക്ക, ബ്ലേഡ് കൊണ്ടാ കളി. മുറിഞ്ഞങ്ങ് തൊളഞ്ഞു പോയേ. ഒരു കുടുംബത്തിലെ 5 ആള് കെട്ടിത്തൂങ്ങി ചത്ത വിവരം പത്രത്തിൽ വായിച്ചില്ലേ? ഒക്കെ ഈ ബ്ലേഡുകാരന്റെ ഭീഷണി കൊണ്ടാ. മോനെ, ഇത് ഓപ്പറേഷൻ കുബേരന്റെ കാലാ. ഇനി ഒരു ഒറ്റ ബ്ലേഡ് കാരണം ഈ പാവപ്പെട്ട കുടുംബത്തെ ചൂഷണം ചെയ്ത് ജീവിക്കൂല. അത് ശരി, അങ്ങനെ വരട്ടെ. ഇപ്പഴത്തെ പോലീസ് നടപടി തന്ന ധൈര്യം വെച്ചാ മൂസക്ക ബ്ലേഡുകാരോട് കളിക്കാൻ നിൽക്കുന്നത്. എന്റെ മൂസക്ക, ഈ നാട്ടിലെ ബ്ലേഡുകാരി കച്ചവടവും പൂട്ടി പൊരയിലിരിക്കും എന്നുള്ളത് മൂസാക്ക പോലത്തെ മന്ദബുദ്ധികളുടെ വെറും വ്യാമോഹ. ഈ പോലീസുകാർ വല വീശി പിടിക്കുന്നത്
വെറും പരൽമീനുകളാ. കൊമ്പൻ സ്രാവുകളെല്ലാം പൊളച്ച് നടക്കുകയല്ലേ. പണപ്പുറം ഫിനാൻസ്, പണമൂറ്റ് കോർപ്പറേഷൻ, കാശുമാറ്റം ഫിനാൻസ്, അങ്ങനെ കിടക്കുകയല്ലേ അറബുശാലകൾ ഇഷ്ടം പോലെ. ഇതൊന്നും പോലീസിന് തൊടാൻ കിട്ടുകയല്ല. അതുകൊണ്ട് ബ്ലേഡിന്റെ മൂർച്ച കുറയൊന്നും നിങ്ങൾ ആരും വിചാരിക്കണ്ട. സുശീല സ്ഥലമിടാൻ നോക്ക്. അപ്പൊ ഞാൻ ഇടനിലക്കാരനായി വന്ന് നിങ്ങൾക്ക് 1 ലക്ഷം വാങ്ങി തന്നത്? അത് നമ്മൾ എത്രയും പെട്ടെന്ന് തരൂ. വെറുതെ ഒന്നല്ലല്ലോ, ആവശ്യത്തിന് ഈട് തന്നിട്ടല്ലേ. എത്ര ലക്ഷത്തിന് മുതലാണെങ്കിൽ നമ്മൾ ഈടായിട്ട് തന്നത്? അതൊക്കെ ശരിയാ. പിന്നെ വേറൊരു കാര്യം, അതിബുദ്ധി കാണിച്ച് എന്റെ പേരെങ്ങാനും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാല് പിന്നെ കളി മാറുകയെ. പറഞ്ഞില്ല എന്ന് വേണ്ട. പോലീസ് റൈഡ് വന്നാലേ കൊടുത്ത കായും പോവും ചാച്ചിട്ട് വന്നതാ. ബ്ലേഡ് കമ്പനികളെയും അമിത പലിശക്കാരെയും പിടികൂടാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ കുരേബ. കുരേബയോ? എന്താണ് ഓപ്പറേഷൻ ചെയ്യണ ഈ കുരേബേന? ബ്ലേഡ് വെച്ചെന്തോ പണിയേക്കൂ. ഓപ്പറേഷൻ കുബേര ശക്തമായി തുടരാൻ SP മുതലി മോളിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. നന്നായി. 5 അംഗ കുടുംബത്തിന്റെ ആത്മഹത്യയെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് അമിത പലിശക്കാർക്കെതിരായ നടപടിയുമായി രംഗത്തിറങ്ങിയത്. നല്ല കഥ തന്നത്. ആരാപ്പ ഇങ്ങോട്ട് വരുന്നത്? MIT മൂസ ഉണ്ടോ? ഇല്ല, മീൻ വെക്കാൻ പോയിക്കണേ. നിങ്ങള് രണ്ടും ഏടുന്നാണ്? ഞങ്ങൾ എവിടെ? നിങ്ങൾക്ക് എന്താ? അല്ല, ഈ കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്ത് നിന്ന് എവിടെന്നെങ്കിലും ആണോ? അല്ല, നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിക്കണോ? ഗ്ലാമർ കണ്ട അങ്ങനെ തോന്നുവല്ലേ? അല്ലവനെ, സിനിമയിൽ കൊടുകാളും തോക്കൊക്കെ തൂക്കി കൊല്ലാൻ നടക്കണ കുണ്ടകളില്ലേ, നിങ്ങളെ പോലുള്ളോലെ കണ്ടിക്കണ്. ഇങ്ങനെ തടിച്ച് കക്ഷത്തിൽ ഇഷ്ടികൊക്കെ വെച്ചിട്ട്. നിങ്ങൾ ശരിക്കുള്ള ഗുണ്ടകളാണോ? നമ്മൾ ആദ്യമായിട്ടാ വില്ലന്മാരെ കാണുന്നത്, അതുകൊണ്ട് ചോദിച്ചു. കേൾക്കാൻ വേണ്ടി വന്നല്ല ഞങ്ങൾ ഇവിടെ. മര്യാദക്ക് 2 മാസത്തെ പലിശ തന്നില്ലെങ്കിൽ വെട്ടിക്കളി തരാന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ കെട്ടിയോട്. അല്ല, നിങ്ങൾ ഏത് ബാങ്കിന്നാണ്? പലിശയും ചോദിച്ച് ബാങ്ക് പുറയിലേക്ക് വരുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ഞങ്ങൾ എവിടെ നിന്നായാലും പുറയിൽ 2 പേര് അന്വേഷിച്ച് വന്നെന്ന് മൂസോട് പറഞ്ഞാ മതി, അങ്ങേർക്ക് തിരിഞ്ഞോളും. പറഞ്ഞിട്ടും തിരിഞ്ഞില്ലല്ലേ, തിരിയാത്ത നട്ടം തിരിയും. നിങ്ങൾ ഈ മിറ്റത്ത് തിരിഞ്ഞ് കളിക്കാൻ ഇവിടുന്ന് പോയായിരുന്നേ? പലിശ കിട്ടുന്ന ഉറപ്പില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകൂല. അല്ല, നിങ്ങൾ രണ്ടാളും ബ്ലേഡാ? ഞങ്ങള് ബ്ലേഡോ പിച്ചാത്തിയോ കോടാലി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, വഴിയെ നിങ്ങൾ വിവരം അറിയും. അല്ല, മൂസക്ക എത്ര റുപ്യ ഞങ്ങളോട് വാങ്ങിയേ? 1 ലക്ഷം. പഠിച്ചോനേ, നമ്മളോട് പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല. ഈ വീടും പറയടോ ഞങ്ങളെ സ്വന്തമാകുമ്പോ നിങ്ങൾ അറിയും, വിവരം അറിയും. ഇപ്പൊ അറിയോ? ഇത് ഞങ്ങള് പൈസ കൊടുത്തിട്ട് ദിവാകരേട്ടന്റെ അടുത്ത് വാങ്ങിയിട്ട് മാസം 4 ആവുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ആധാരം ഞങ്ങളുടെ കയ്യിലാണ്. വീടാണ് ഈടായിട്ട് വിൽക്കാനുള്ള കരാറുണ്ടാക്കി രജിസ്റ്റർ ചെയ്തതാ. മര്യാദക്ക് പലിശ തന്നില്ലെങ്കിൽ നാളെ തൊട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കും. അണക്കൊക്കെ തിന്നണമെങ്കിൽ 10 കിലോ റെസനരി മണ്ടി വരൂ. ഒന്നും പെടല്ല. മാത്രല്ല ഇവിടെ ഒരു പെൺകുട്ടി ഉള്ളതാണ്. പെൺകുട്ടിയോ? എന്നാ പിന്നെ ഇവിടെ താമസിക്കണല്ലോ. അതെ അതെ. അല്ല, നിങ്ങൾ എന്തുള്ള പൊറപ്പാടാണ് രണ്ടാളും കൂടി? ഒരു പെണ്ണ് ഒറ്റക്കുള്ള പൊരയിലേക്ക് വന്നാണ് നിങ്ങൾ വർത്താനം പറയണത്. ഞാൻ ആൾക്കാരൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിക്കോ. നാട്ടുകാരറിയട്ടെ പലിശക്ക് പണം വാങ്ങിയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടെങ്കിൽ അത് മാറിക്കോളൂ. 30,000 ഉറുപ്പിയാണ് 2 മാസത്തെ പലിശ തരാനുള്ളത്. മര്യാദക്ക് തരാൻ പറ. എന്താണ് അതിനുള്ള മുതലെന്ന് ഞാൻ നോക്കട്ടെ. പൊരല് വിലമതിക്കാനാവാത്ത 2 മുതൽ ഈ വീട്ടിലുണ്ട്. അതിലൊന്നപ്പ ക്ലാസ്സിന് പോയത്, മറ്റൊന്നതാ മുന്നില്. അന്റെ ഒരു മുതല്, ഈ മാതിരി മുതലൊക്കെ അന്റെ പൊരയിൽ ഉണ്ടാവില്ലടോ. അന്റെ അമ്മയോ പെങ്ങളോ കെട്ടിയോളോ ഒക്കെ ആയിട്ട് മോൻ പോയിട്ട് ആദ്യം ആ മുതലിന് വില എടുട്ടോ. എന്നിട്ട് അവ പെണ്ണൊരുത്തി ഒറ്റക്കുള്ള നേരത്തെ പെരയിൽ കയറി വന്നിട്ടുള്ള 5 കാണത്തോ ഇറങ്ങി പോരാ രണ്ടാളും. ഒരു പെണ്ണിന്റെ മുന്നിൽ താന്നു കൊടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോ മാത്രം മണ്ടന്മാരല്ല ഞങ്ങള്. നോക്കിക്കോ, ഞങ്ങൾ ഈ വീടിനുള്ളിൽ തലകുത്തി പറയാൻ പോവാ. അങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റൂല. ഒരു പെണ്ണ് ഒറ്റക്ക് നിൽക്കുന്നിടത്തേക്ക് 2 ആണുങ്ങൾ കയറാൻ പറ്റൂല. തലക്ക് തിരിയുന്നു. പോകല്ലേ മലയാളികളെ, പോലെടോ നമുക്കേ. നിക്കടാ ഈ കയ്യ നീ രക്ഷപ്പെട്ടൂല മോനെ. നിങ്ങളൊക്കെ ശരിയാക്കി തരട്ടോ. തുഞ്ച ഫോണേ MIT മൂസ, MIT മൂസ.
MIT മൂസ MIT മൂസ. അല്ല പോലീസുകാരാ, നിങ്ങക്ക് വിളിച്ചാ വരാൻ എന്തേത്താണ് ഇത്ര മടി? നിങ്ങളെ പേര് ധർമ്മപാലൻ തന്നെയല്ലേ? ധർമ്മം പരിപാലിക്കേണ്ട നേരത്തെ തന്നെ അത് പാലിക്കണ്ടേ? നിങ്ങൾ അപ്പൊ അധർമ്മം പാലിക്കാണോ? ഈ പൊരയിൽ ഒരു അധർമ്മം നടക്കുന്നുണ്ട് ഞാൻ വിളിച്ചറിഞ്ഞിട്ട് മണിക്കൂർ 2 നിങ്ങളെ ഏത്ത പോലീസുകാരനാണീ. അങ്ങോട്ട് വരി. എന്താ പത്തോ, എന്തിനാ ഈ നമ്മളെ വിളിച്ചു വരുത്തിയേ? മീൻ വിറ്റ് ചേർന്നിട്ടില്ല, അരക്കൊട്ട മീൻ ബാക്കിയാ. അതിന്റെ ഇടയ്ക്ക് പെരലേക്ക് വരണം പറഞ്ഞ എങ്ങനെയാ? ഇനി ഒരിക്കലും നിങ്ങൾ ഈ പൊരയിലേക്ക് വരാണ്ടായി പോവും. എന്താ പത്തി പറയണേ? ഈ പെര എവിടെ പോവാനാ? ഇത് നമ്മൾ കായ് എടുത്ത് വാങ്ങിയ പെരയല്ലേ, പഴയ വാടക വീടല്ലത്. വാങ്ങിയപ്പോ തന്നെ നിങ്ങൾ അത് വിൽക്കുകയും ചെയ്തില്ലേ? എത്ര ലക്ഷം ഉറുപ്പ്യ നിങ്ങൾ ബ്ലേഡുകാരോട് വാങ്ങി? 1 ലക്ഷം ഉറുപ്പ്യ. അത് ഈ പെര വാങ്ങാൻ കായ് തികയേണ്ട വന്നപ്പോ വാങ്ങിയതാ. പലിശക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ആ ഔസേപ്പെട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് കായ് ഇട്ടാണ്ടേനി. അത് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കാനാ വിചാരിച്ചേ, പക്ഷെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയി. അതുകൊണ്ടാ. അതിന് പലിശ പണത്തിന് ഈടായിട്ട് വീട് കൊടുക്കുക. നിങ്ങളെ തലയിൽ മണ്ണോ ചാണകോ? അതിപ്പോ തല പൊളിച്ചു നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പലിശപ്പണം വാങ്ങിയത് നമ്മളെ കൈമെന്ന് വന്നൊരു തെറ്റാ, പറ്റിപ്പോയി. എന്നാൽ ഇനി തൊട്ടി ഈ പൊരയിൽ അംഗസംഖ്യ കൂടും. എനിക്ക് പിന്നെ ബയറ്റിലുണ്ടായോ? നിങ്ങളെ മനസ്സിലിപ്പോ കൊള്ളാലോ. പലിശക്കാർ ഇവിടെ കേറി താമസം തുടങ്ങിയെന്നാണ് ഞമ്മള് പറഞ്ഞത്. 2 മാസത്തെ പലിശ മുടങ്ങിന്ന് പറഞ്ഞതാ ഇവിടെ ആൾക്കാർ കേറി നിറഞ്ഞാണി. എന്നിട്ട് ഓരേടെ ഓല ഞാൻ ആത്ത് പൂട്ടിട്ട് കാണി. പോലീസിനെ വിളിച്ചിട്ട് SI ധർമ്മപാലൻ സാറിന്റെ വരണ. പഠിച്ചോനെ ആകെ കൊയമാ സാറേ